അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, എത്ര വലിയ ആഘാതം നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് ഈ കേസിനെ ചുറ്റിപ്പറ്റിയെന്ന് നമുക്കറിയാവുന്നതാണ്. ഇതിപ്പോൾ പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. മുഹമ്മദ് കാസിമിനെ എതിരെ ഒരു തെളിവുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുകൾ, അദ്ദേഹത്തിൻ്റെ ഫോണൊക്കെ പരിശോധിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇതാരാണ് ചെയ്തത് എന്ന ചോദ്യമാണ് ഞാനിവിടെ അതിഥികളോട് ആവർത്തിച്ച് ചോദിച്ചത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഇപ്പം അമ്പാടിമുക്ക് സഖാക്കൾ അവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് ആദ്യമായി ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്, ഈ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. ഒരു ഗ്രൂപ്പിൽ ഇത് പ്രത്യക്ഷപ്പെട്ടാൽ അതിൻ്റെ അഡ്മിൻ ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയുണ്ടോ നമ്മുടെ സൈബർ മേഖലയ്ക്ക് എന്നത് ഒരു ചോദ്യം. ഈ അമ്പാടിമുക്ക് സഖാക്കളിലേക്കും പോരാളി ഷാജിമാരിലേക്കും ഈ അന്വേഷണം എത്രത്തോളം പോയിട്ടുണ്ട് എന്നത് ഒരു ചോദ്യം. അതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ പ്രതി ചേർത്തിട്ടുണ്ട് കേരള പോലീസ്. പക്ഷെ അതുകൊണ്ട് എന്താണ് അതിങ്ങനെ അനന്തമായി നീണ്ടുപോകും എന്നതിനപ്പുറത്ത് ഇത് ഇപ്പോഴും പച്ചയ്ക്ക് വെളിവാക്കി വെച്ചിരിക്കുന്ന പ്രൊഫൈലുകളുണ്ടല്ലോ, അവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് കേരള പോലീസിന് അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും മധു, ഇതിന്റെ ബേസിക് ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ 2023 സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. സമൂഹത്തിലെ മതസ്പർദ്ധ ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഏത് പ്രവർത്തനം നടത്തിയാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ മേലെ ആക്ഷൻ എടുക്കണം. ഇത് സുപ്രീം കോടതി സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ട്. നമ്മൾ കോടതിയിൽ പോയപ്പോൾ ഓർഡറൊക്കെ പറഞ്ഞ് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ കോടതിയിൽ പോയത്. ഇവിടെ ഈ പറഞ്ഞ ഇലക്ഷന്റെ തലേന്ന് 25-ാം തീയതി നടത്തിയ ഒരു ഉച്ചയ്ക്ക് നടത്തി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് ഉണ്ടാകുന്നതിന് ഒരു മണിക്കൂറിന് ശേഷം KK ലതിക അത് അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്നു. പല ആളുകൾക്കും അത് ഷെയർ ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലാണ് ഇത് ആദ്യം വരുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അമ്പാടിമുക്ക് സഖാക്കളുടെ പതുക്കെ അതെടുത്ത് മാറ്റുന്നു, എല്ലാവർക്കും ഷെയർ ചെയ്തെന്ന് ഉറപ്പാക്കുന്നു, തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യപ്പെട്ട രീതിയിൽ അതിനെ പ്രചരിപ്പിക്കുന്നു. അതിനുശേഷം ഇത് ഉണ്ടാക്കിയതാണ് ഇന്നയാളാണ് കാസിമാണെന്ന് പറയുന്നു. കാസിമ 5 മണിക്ക് പിന്നെ SP ഓഫീസിൽ പോകുന്നു, അവിടെ പോയി പരാതി എഴുതി കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് 8:32 പരാതി കൊടുക്കുന്നു, ഇത് എന്റെ പേര് വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് പറയുന്നു. അതിനുശേഷം ഈ പറഞ്ഞ കാസിമിന്റെ പരാതിയിൽ കേസ് എടുക്കുന്നില്ല. 10:45 മറ്റൊരാളുടെ പരാതി എഴുതി മേടിച്ചിട്ട് കാസിമിനെതിരെ കേസ് എടുക്കുന്നു. അതിനുശേഷം 11:15 വേറൊരു കേസ് കാസിം പറഞ്ഞതിന് ഉപോത്പലകമാവുന്ന കേസ് എടുക്കുന്നു. ആ കേസിൽ 153A ഇല്ല. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വന്ന് നിൽക്കുന്ന ഒരു ഗതികേടാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിനകത്ത് പിന്നെ എന്താ പറയുക, ഗ്രൂപ്പില് അഡ്മിന്മാരുണ്ട്. അഡ്മിന്മാർ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ഇപ്പൊ നമ്മൾ നോക്കിയാൽ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് ഡേ ബിഫോർ യെസ്റ്റർഡേ ഇത് ഡിലീറ്റ് ചെയ്തിരിക്കാം. ഇപ്പൊ അതില്ല, അങ്ങനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇപ്പൊ ഇല്ല. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഇവരിത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ വേറെയുണ്ട്. ഫേസ്ബുക്കിനോടൊന്ന് ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ സൈബർ സെല്ലിന്റെ ആവശ്യമില്ല. സൈബർ സെല്ല് പോലും വേണ്ട, സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാം ആരൊക്കെ അഡ്മിന്മാർ. അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഇന്ന് വരെ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ KK ലതികയെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു, അവരുടെ മുഴുവൻ പിന്നെ ഐഫോൺ എല്ലാം പിന്നെ സൈബർ സെല്ല് പരിശോധിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, എവിടെ നിന്നാണ് അവർക്ക് ഈ പോസ്റ്റ് കിട്ടിയത്? ഇപ്പോഴും ആ പോസ്റ്റ് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഫേസ്ബുക്കിനോട് പറഞ്ഞു ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഫേസ്ബുക്ക് ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്കെതിരെ പ്രതി ചേർത്തിരിക്കുന്നു. ആ പ്രതി ചേർത്തിരിക്കുന്നത് ശരി, സമ്മതിക്കുന്നു. അതിനോടൊപ്പം ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പ്രതി ചേർത്തിട്ടില്ല. അവർക്കെതിരെ 153 എടുത്തിട്ടില്ല. എന്നിട്ട് എന്താ പറയുന്നത്, കാസിം അത് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് നിങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ബോധ്യമുണ്ട്. മുഴുവൻ ഗാഡ്ജറ്റ്സും ആയതുകൊണ്ട് സറണ്ടർ ചെയ്തിട്ട് മുഴുവൻ പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഇലക്ഷന് 3 ദിവസം കഴിഞ്ഞിട്ട് 28-ാം തീയതി മുഴുവൻ പരിശോധിച്ചു സൈബർ സെല്ല്. ആ മുഴുവൻ പരിശോധന നടത്തിയിട്ട് അതിനകത്തുനിന്ന് എല്ലാം ബോധ്യപ്പെട്ടു ഇത് അയാളല്ല ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അനങ്ങാതെ ഏകദേശം 35 ദിവസം ഇരുന്നതിന് ശേഷം SP പരാതി കൊടുക്കുന്നു, DGPക്ക് പരാതി കൊടുക്കുന്നു. ആക്ഷൻ ഇല്ല. DGP ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നു, അടിയന്തരമായി നോക്കിയിട്ട് പിന്നെ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ, ഇവർക്ക് മറുപടി കൊടുക്കാൻ പറഞ്ഞു. ഒരു ആക്ഷനും ഇല്ല. പിന്നെയാണ് 31-ാം തീയതി ഹൈക്കോടതിയിൽ പോകുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ.